وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد، الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 62-ാം അധ്യായമായ സൂറത്തുൽ ജുമുഅയിലെ 4 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അള്ളാഹ് 5, 6, 7 3 ആയത്തുകളാണ് തുടർന്ന് നാം പഠിക്കുന്നത്. അള്ളാഹു പറയുന്നു, അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ ആളുകളിലേക്കും നിയോഗിച്ചയച്ച പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ ഓതിക്കൊടുക്കുകയും അത് മുഖേന മനുഷ്യരെ സംസ്കരിക്കുകയും അതവരെ പഠിപ്പിക്കുകയുമൊക്കെ ചെയ്തു എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് അള്ളാഹു പറഞ്ഞത്. ആർക്കാണ് പ്രവാചകത്വം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണെന്നും അവിടെ ഏതെങ്കിലും സമ്പത്തിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള സ്ഥാനമാനങ്ങൾക്കോ കഴിവുകൾക്കോ യാതൊരു സ്ഥാനവുമില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് നൽകുക എന്നൊക്കെ അള്ളാഹു പഠിപ്പിച്ചു. വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അത് അംഗീകരിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നത് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. പക്ഷേ തൗറാത്തിന്റെ അനുയായികളായ ജൂതന്മാർ അവർ ആ തൗറാത്തിൽ പുതിയ പല കാര്യങ്ങളും എഴുതിക്കൂട്ടുകയും പലതിനെയും മറച്ചു വെക്കുകയും ചെയ്തു. അതേപോലെ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ പഠിച്ച് തസ്കിയത്ത് നേടേണ്ട, സംസ്കരണത്തിന്റെ വാക്താക്കളാകേണ്ട മുസ്ലിമീങ്ങൾ ആ വിശുദ്ധ ഖുർആനിനോട് സ്വീകരിക്കുന്ന നിലപാടുകളും വേദനാജനകമാണ് എന്ന് നമുക്കറിയാം. അത് പഠിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നവർ അതും വെറും ഓതാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയുകയും വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല എന്ന് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു കാലം നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്നു. മാറ്റങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നതിനോടുള്ള താല്പര്യം വേണ്ട അത്ര മുസ്ലിം സമുദായത്തിൽ ഇന്നും ഉണ്ടായിട്ടില്ല. നമുക്കൊക്കെ അറിയാം. അത്തരം ആളുകൾക്കുള്ള ശക്തമായിരിക്കുന്ന ഒരു താക്കീതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇമാം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനാണ് എന്ന് പറയണം എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം പഠിപ്പിച്ചു തരികയാണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. മസല് ഉദാഹരണം അല്ലദീന ഒരു കൂട്ടരുടെ ഹുമ്മിലു
അവർ വഹിക്കപ്പെട്ടിരിക്കുന്നു. വല്ലദീന ഹുമ്മിലു വഹിക്കപ്പെട്ട ആളുകളുടെ ഉദാഹരണം. എന്ത് വഹിക്കപ്പെട്ടവർ? അത്തൗറാത്ത്, തൗറാത്ത് നൽകപ്പെട്ട ആളുകളുടെ ഉദാഹരണം. സുമ്മലം യഹ്മിലൂഹ, പിന്നെ അവരത് വഹിച്ചില്ല എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥമാകുന്ന തൗറാത്ത് ജൂതന്മാർക്ക് അല്ലാഹു തആല നൽകി. അത് ഏറ്റെടുക്കാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ അവകാശികളായി അല്ലാഹു തആല ജൂതന്മാരെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്ത ജൂതന്മാർ പിന്നീട് സുമ്മലം യഹ്മിലൂഹ, അതവർ കൊണ്ടു നടന്നില്ല. തൗറാത്തിലെ ആശയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അല്ലാഹു തആല തൗറാത്തിലൂടെ മൂസാ നബി അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ച ആശയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അങ്ങനെയുള്ള ആളുകൾ അവർ ആരെ പോലെയാണ്? കമസലിൽ ഹിമാർ, ഹിമാർ കഴുത, മസല ഉദാഹരണം, ഉപമ. കമസലിൽ ഹിമാർ, അവർ കഴുതയെ പോലെയാണ്. അവരുടെ ഉപമ കഴുതയെ പോലെയാണ്. എന്താണ് കഴുതയുടെ പ്രത്യേകത? യഹ്മിലു, വഹിക്കും, അസ്ഫാറ, വലിയ വലിയ വൻ ഗ്രന്ഥശേഖരങ്ങൾ തന്നെ കഴുതയുടെ പുറത്ത് വെച്ചാൽ ആ കഴുത, ആ ഗ്രന്ഥശേഖരം, വലിയ ഗ്രന്ഥത്തിന്റെ കൂട്ടം ആ കഴുത വഹിക്കും. ബിഅസ മസലുൽ ഖൗമി അല്ലദീന കദ്ദബു ബിആയാതില്ലാ, ബിഅസ ഏറ്റവും മോശമാണ്, മസലുൽ ഖൗം, മസല ഉപമ, മസല ഉപമ, അൽ ഖൗം ഒരു സമൂഹത്തിന്റെ ഒരു ജനതയുടെ ഉപമ ഏറ്റവും മോശമാണ്, ഏറ്റവും ചീത്തയാണ്. അല്ലദീന കദ്ദബു, എങ്ങനെയുള്ള സമൂഹമാണത്? അല്ലദീന കദ്ദബു, വ്യാജമാക്കിയ, ബിആയാതില്ലാ, അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കിയ ഒരു വിഭാഗത്തിന്റെ ഉദാഹരണം ഏറെ മോശമാണ്, ഏറ്റവും ചീത്തയായ ഒരു ഉപമയാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, വല്ലാഹു, അല്ലാഹു ലാ യഹ്ദി, അവൻ ഹിദായത്തിലാക്കുകയില്ല, സന്മാർഗത്തിലാക്കുകയില്ല, അൽ ഖൗമ, സമൂഹത്തെ, അൽ ളാലിമീൻ, അക്രമകാരികളായ ഒരു വിഭാഗത്തെയും അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു തആല പറയുന്നത്, തൗറാത്ത് നൽകിയിട്ടും ആ തൗറാത്ത് സ്വീകരിക്കേണ്ടതിന് പകരം ആ തൗറാത്ത് അംഗീകരിക്കാതെ അത് ഏറ്റെടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ യഹൂദികൾ ഏതുപോലെയാണ്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, വൻ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. കഴുതയുടെ പുറത്ത് വലിയ വലിയ ഗ്രന്ഥശേഖരങ്ങൾ ഉണ്ടെങ്കിലും ഈ കഴുതക്കറിയില്ല ഞാൻ എന്താണ് വഹിക്കുന്നത്, ഞാൻ എന്താണ് കൊണ്ടുപോകുന്നത് എന്ന് ഈ കഴുതക്ക് അറിയാത്തതുപോലെ ജൂതന്മാരാകുന്ന ആളുകൾക്ക് അവർ ഏറ്റെടുത്തിട്ടുള്ള, അവർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള തൗറാത്തിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇത് വളരെ മോശമായ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ സമൂഹത്തിന്റെ ഏറ്റവും മോശമായ ഒരു ഉപമയാണ്. ആ ഉപമ എത്രയോ ചീത്തയാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. താൻ എന്താണ് വഹിക്കുന്നത്? താൻ എന്താണ് ചുമക്കുന്നത്? താൻ ചുമക്കുന്ന തന്റെ പുറത്തുള്ളതിൽ എന്താണ് ഉള്ളത്? അതെവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അത് കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഞാനിത് വഹിച്ചു കൊണ്ടുപോകുന്നതിന്റെ പ്രയോജനം എന്താണ്? ഇതൊന്നും ഈ വലിയ പുസ്തകം ചുമക്കുന്ന, ഈ ഗ്രന്ഥം ചുമക്കുന്ന കഴുതക്ക് അറിയില്ല, അതിന് അറിയേണ്ട ആവശ്യവുമില്ല. അതങ്ങനെ ചുമക്കണം, അതിനുവേണ്ടി കുറെ വേദനകൾ സഹിക്കണം എന്നതല്ലാതെ എന്തിനു വേണ്ടി ഞാനിത് ചുമക്കുന്നു, എന്തിനു വേണ്ടി ഞാനിത് വായിക്കുന്നു, എന്തിനു വേണ്ടി ഞാനിത് കൊണ്ടുപോകുന്നു, ഇതെവിടേക്ക് ഞാൻ കൊണ്ടുപോകുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യം ആർക്കില്ല? ഈ കഴുതക്കില്ല. അതേപോലെ തൗറാത്തിന്റെ അനുയായികളായിരിക്കുന്ന ജൂതന്മാരുടെയും നില ഇത് തന്നെയാണ്. വിശുദ്ധമായ വേദഗ്രന്ഥമായ തൗറാത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥങ്ങളിൽ ഉള്ള ആശയങ്ങൾ മനസ്സിലാക്കുകയോ ആശയങ്ങളിൽ ഉള്ളതുപോലെ റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആ തൗഹീദ് സ്വീകരിക്കുകയോ ചെയ്യാതെ വ്യാമോഹങ്ങൾക്കും തന്റെ പൂർവ്വപിതാക്കളാകുന്ന ആളുകൾ ചെയ്തതിനനുസരിച്ചുകൊണ്ട് അതങ്ങനെ ചെയ്യുക എന്നതല്ലാതെ ജൂതന്മാർ യഥാർത്ഥമായ സത്യം സ്വീകരിക്കുന്നില്ല എന്നാണ് ജൂതന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ ഖുർആനിന്റെ അനുയായികളാകുന്ന എനിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠമുണ്ട്. ജൂതന്മാരെങ്ങനെയാണ്? അവർ തൗറാത്ത് സ്വീകരിച്ചില്ല, അവര് ഗ്രന്ഥം ചുമക്കപ്പെട്ട കഴുതകളെ പോലെയാണ്. എന്താണ് തൗറാത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയില്ല. അത് ശരി തന്നെയാണ്, അല്ലാഹു തആല പറയുന്നു. ഇതിൽ നിന്ന് ഖുർആനിന്റെ ആളുകളാകുന്ന, അഹ്ലുൽ ഖുർആനിന്റെ ആളുകളാകുന്ന നാളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഏതാണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുമ്പോ ഖുർആനു ഇമാമി, എന്റെ ഇമാമ ഖുർആനാണെന്ന് മറുപടി പറയണം എന്നാഗ്രഹിക്കുന്ന വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനോടുള്ള നിലപാട് എന്ത് എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കണം. ഇതേപോലെയാണോ? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ,
ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെ ഞാനും നിങ്ങളും മാറുന്നുണ്ടോ എന്നാലോചിക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. നമ്മുടെ മൊബൈലുകൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. വിവിധ സംഘടനകളുടെ വിവിധങ്ങളായ രീതികളിലുള്ള ഇഷ്ടം പോലെ ഖുർആൻ ക്ലാസുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമായി നടക്കപ്പെടുന്നു. നമ്മുടെ മൊബൈലുകളിൽ നിന്ന് അതിന്റെ പരിഭാഷകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ വീടുകളിൽ പരിഭാഷകൾ ഇഷ്ടം പോലെയുണ്ട്. എന്നിട്ടും അതൊന്നും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ ഞാനും നിങ്ങളും മാറുന്നുണ്ടോ എന്ന് ഖുർആനിന്റെ ആളുകളായ ഞാനും നിങ്ങളും ചിന്തിക്കണം എന്നാണ് അല്ലാഹു തആല ഇതിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന നമുക്ക് നേരെയുള്ള ഏറ്റവും മോശമായ ഒരു ഉദാഹരണമായിരിക്കും എന്ന് അല്ലാഹു പറഞ്ഞു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ഞാനും നിങ്ങളും തയ്യാറായിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും, ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെട്ടവരാകട്ടെ, നമ്മൾ വലിയ സമ്പന്നന്മാരാകട്ടെ, വലിയ ജോലിയുള്ളവരാകട്ടെ, എല്ലാവരാലും അറിയപ്പെട്ടവരാണ്. പക്ഷേ ഖുർആനുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമ്മൾ വലിയ അക്രമികളായി മാറും. നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ട സാഹചര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെന്ന മഹനീയമായ സന്ദേശവും താക്കീതുമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ തയ്യാറാവുക. ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ ഞാനും നിങ്ങളും ആകരുത്. നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീടുകളിലുള്ള, നമ്മുടെ പള്ളികളിലുള്ള ആ വിശുദ്ധ ഖുർആൻ മറിക്കാൻ, അത് പഠിക്കാൻ, അതറിയാൻ, അത് മനപാഠമാക്കാൻ, അത് പാരായണം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന മഹത്തായ ഓർമ്മപ്പെടുത്തൽ ഇതിലൂടെ അല്ലാഹു തആല നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. قل يا أيها الذين آمنوا هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين. قل നീ പറയുക യാ അയ്യുഹല്ലദീന ഹാദു, ഓ യഹൂദികളായിട്ടുള്ളവരെ, യാ അയ്യുഹല്ലദീന ഹാദു, ഓ യഹൂദികളായിട്ടുള്ളവരെ, ഇൻ സഅംതും, നിങ്ങൾ വാദിക്കുന്ന പക്ഷം. യഹൂദികളാകുന്ന ആളുകളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുകയാണ്. അവരോട് പറയുക നബിയെ, അവരോട് പറയുക. എന്താ പറയേണ്ടത്? ഇൻ സഅംതും, നിങ്ങൾ വാദിക്കുന്നവരാണ്, നിങ്ങൾ ജൽപ്പിക്കുന്നവരാണ്, അന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഔലിയാഉല്ലാഹ്, അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളാണ് എന്നതാണ് നിങ്ങളുടെ വാദം, എന്നാണല്ലോ നിങ്ങൾ ജൽപ്പിക്കുന്നത്. എന്താ നിങ്ങളുടെ ജൽപ്പനം? എന്താണ് നിങ്ങളുടെ വാദം? അന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഔലിയാഉലില്ലാഹ്, അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളാണ് നിങ്ങൾ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, ഏറ്റവും ബന്ധപ്പെട്ടവരാണ് നിങ്ങൾ. മിൻ ദൂനിൽ നാസ്, മനുഷ്യരെ കൂടാതെ, അഥവാ മറ്റു മനുഷ്യരെക്കാൾ, മറ്റു ആളുകളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഞങ്ങളോടാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് എന്നതാണല്ലോ നിങ്ങളുടെ വാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വിഷയം യഹൂദികളാകുന്ന ആളുകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. എന്ത്? വഖാലത്തിൽ യഹൂദു വന്നസ്വാറാ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, യഹൂദികളും അതുപോലെ നസ്വാറാക്കളും ക്രിസ്ത്യാനികളും പറഞ്ഞ വാദമാണ്, ഞങ്ങൾ നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങളാണ് അള്ളാഹുവിന്റെ മക്കൾ, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്. വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുമാണ്, ഞങ്ങളാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ, ഞങ്ങളോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. വഖാലൂ ലൻ തമസ്സന അന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ. അതുപോലെ യഹൂദികളുടെ, ഈ നസ്വാറാക്കളുടെ ചില വാദങ്ങൾ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലും പറയുന്നുണ്ട്. അവര് പറയും, എണ്ണം കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല. നരകത്തിലൊക്കെ ഞങ്ങൾ കടക്കുകയാണെങ്കിൽ തന്നെ കുറച്ചു കാലമൊക്കെ ഞങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വരികയുള്ളൂ. കാരണം ഞങ്ങളോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിനോട് ഏറ്റവും മുഹിബ്ബുള്ളത്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാർ ഞങ്ങളാണ് എന്ന് വാദിക്കുന്ന യഹൂദികളോട് പറയാൻ അല്ലാഹു തആല പറയുന്നു. എന്താണ് പറയേണ്ടത് നബിയെ? ഫതമന്നവുൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾ പറയുന്നത് നിങ്ങളോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നല്ലേ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ബന്ധക്കാർ എന്നല്ലേ, എല്ലാവരെക്കാളും ഇഷ്ടം നിങ്ങളോടാണ് എന്നല്ലേ യഹൂദികളെ നിങ്ങളുടെ വാദം, ജൽപ്പനം. എങ്കിൽ
നിങ്ങളൊന്ന് മോഹിക്കോ, നിങ്ങളൊന്ന് ആഗ്രഹിക്കോ, അൽ മൗത മരണത്തിനെ നിങ്ങളൊന്ന് ആഗ്രഹിക്കോ, ഇൻ കുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അള്ളാഹുവിന് നിങ്ങളെയാണ് ഇഷ്ടം, അള്ളാഹുവിന്റെ മിത്രങ്ങളാണ് നിങ്ങൾ. ഈ വാദം സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ വാദത്തിന് വേണ്ടി നിങ്ങൾ മരണത്തിനെ ഒന്ന് കൊതിക്കുമോ? കാരണം മനസാക്ഷിയോടുകൂടെ ആത്മാർത്ഥമായിട്ടാണ് അള്ളാഹ്ക്ക് ഞങ്ങളോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ റബ്ബിന്റെ ഇഷ്ടവും അവന്റെ സ്നേഹവും പെട്ടെന്ന് ലഭ്യമാകാൻ, കാരണം മരണപ്പെട്ടു പോയാൽ അത് വേഗം കിട്ടുമല്ലോ, അത് വേഗം കിട്ടുവാനും അതിനുവേണ്ടി വേഗം ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും എന്ത് വേണം? മരിക്കണം. ആ മരണത്തിനെ നിങ്ങളൊന്ന് കൊതിക്കുമോ? അങ്ങനെ മരണത്തെ കൊതിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് സത്യമാണ് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് അള്ളാഹുവിന്റെ റസൂലേ അവരോട് നിങ്ങളൊന്ന് ചോദിക്കുക. നിങ്ങളുടെ ആ ജൽപ്പനം, നിങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ മിത്രങ്ങൾ എന്ന ആ ജൽപ്പനം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ മരണത്തിനൊന്ന് കൊതിക്കുവീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, പക്ഷേ നബിയെ അവര് വെറും നാവ് കൊണ്ട് പറയുന്നതാണ് അള്ളാഹുവിന് ഞങ്ങളോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിനോട് ഏറ്റവും ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് എന്ന ആ വാദം ഒരിക്കലും സത്യസന്ധതയോടുകൂടെ പറയുന്നതല്ല. കാരണം വലാ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വലാ യതമന്നൗനഹു ഒരിക്കലും അതിനവർ കൊതിക്കുകയില്ല. ഏതിന്? ആ മരണത്തിനെ അവർ കൊതിക്കുകയില്ല. അബദൻ ഒരു കാലത്തും. ബിമാ ഖദ്ദമത് ഐദീഹിം അവരുടെ കരങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത് നിമിത്തം ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണവർ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. വിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ ഉണ്ടാക്കിയവരാണവർ, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയവരാണ്, പലതിനെയും അവർ മറച്ചു വെച്ചവരാണ്. അങ്ങനെ വലാ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം അവരുടെ കരങ്ങൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഇത്തരം തോന്നിവാസങ്ങളുണ്ട്, വലിയ വലിയ അക്രമങ്ങളുണ്ട്. തൗറാത്തിൽ പോലും പലതും അവര് കൂട്ടിക്കടത്തലുകളും പലതും വെട്ടിമാറ്റലുകളും പലതും മറച്ചു വെക്കലുകളും ചെയ്തവരാണവർ. അതുകൊണ്ട് അവരുടെ കരങ്ങൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ആ കാരണത്താൽ ഒരു കാലത്തും അവർ മരണത്തിന് കൊതിക്കുകയില്ല. അവരാ പറയുന്നത് ഞങ്ങളോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, അവര് അള്ളാഹുവുമായി ഞങ്ങൾക്കാണ് ഏറ്റവും ബന്ധം, അവനുമായി ബന്ധപ്പെട്ടവൻ ഞങ്ങളാണ് എന്ന് പറയുന്നത് ഒരിക്കലും ആത്മാർത്ഥമായിട്ടല്ല. ആത്മാർത്ഥമായിട്ടായിരുന്നുവെങ്കിൽ അവർ പെട്ടെന്ന് മരിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയൊക്കെ വേഗം നേടിയെടുക്കാനും അവർ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ ഒരിക്കലും ആ മരണത്തെ അവർ ആഗ്രഹിക്കുകയില്ല. കാരണം വല്ലാഹു അലീമുൻ ബിൽവാലിമീൻ, തീർച്ചയായും അല്ലാഹു അലീമുൻ അവൻ അറിയുന്നവനാണ്, ബിൽവാലിമീൻ അക്രമികളാകുന്ന ആളുകളെ കുറിച്ച് വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തുകളിൽ നിന്നും നമുക്ക് കിട്ടാനുള്ള ധാരാളം പാഠങ്ങളുണ്ട്. അഥവാ ജൂതന്മാരെ പോലെ ഞാനും നിങ്ങളും ആക്കരുത് എന്ന പാഠം. ജൂതന്മാരെ പോലെ നസ്വാറാക്കളെ പോലെ ഞാനും നിങ്ങളും ആകരുത്. അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹമൊക്കെ എനിക്കാണ്, ഞങ്ങളെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് നാവ് കൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് നാവ് കൊണ്ട് പ്രസംഗത്തിലും അതുപോലെ എഴുത്തുകളിലും സംവാദങ്ങളിലും വാതോരാതെ അതിനുവേണ്ടി സമർത്ഥനങ്ങൾ നടത്തിയാൽ പോരാ. പിന്നെന്ത് വേണം? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ട സ്വഹാബത്തും അവർ സഞ്ചരിച്ചിരിക്കുന്ന മഹനീയമായ പാതയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ ആദർശമായി സ്വീകരിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുപ്പക്കാരും അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുമായി ഞാനും നിങ്ങളും തീരുകയുള്ളൂ. വെറും നാവ് കൊണ്ട് ഞങ്ങളാണ് അള്ളാഹിന്റെ ഇഷ്ടക്കാർ, അള്ളാഹുവിന്റെ സ്വന്തക്കാർ എന്ന് നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. അത് കർമ്മപദങ്ങളിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ആചാരങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന മഹനീയമായ ഒരു സന്ദേശം ഈ ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്നുണ്ട്. പഠിക്കുക, പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.